ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് കുറച്ച് ഹാൻഡ് പിക്ഡ് ആയിട്ടുള്ള സാരീസ് ആയിട്ടാണ്. നമ്മൾ ലാസ്റ്റ് കുറച്ച് വീഡിയോസ് ആയിട്ടൊക്കെ ഈ ഒരു സെയിൽ വീഡിയോസ് ആണ് കാണിക്കുന്നത്. അപ്പൊ ഈ ഒരു വീഡിയോയിൽ നമ്മൾ കുറച്ച് ഫ്ലോറൽ ഡിസൈൻ സാരീസ് ആണ് കാണിക്കുന്നത്. നമ്മൾ ഒത്തിരി ആൾക്കാരും ഇതുപോലത്തെ സാരീസ് ചോദിച്ച് എൻക്വയറി ചെയ്യാറുണ്ട്. അവരുടെ സജഷൻസ് ഒക്കെ നമ്മുടെ അടുത്ത് പറയാറുണ്ട്. നമ്മൾ കഴിവതും അങ്ങനെ അവരുടെ സജഷൻസ് നോക്കി സ്റ്റോക്ക് എടുക്കാറുണ്ട്. അപ്പൊ ഒത്തിരി ആൾക്കാർ നമ്മുടെ അടുത്ത് ചോദിക്കുന്ന ഒരു സാരിയാണ് വൈറ്റ് സാരി കളക്ഷൻസ്. ഇപ്പൊ നമ്മൾ ഈസ്റ്ററിന് ഒത്തിരി വൈറ്റ് സാരി സ്റ്റോക്ക് ചെയ്ത് അത്യാവശ്യം ഞാൻ പറഞ്ഞ പോലെ എല്ലാ സാരീസും നമുക്ക് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയി പോവുകയും ചെയ്തായിരുന്നു. പെട്ടെന്ന് തന്നെ നമുക്ക് ആ ഒരു 2-3 ഡേയ്സിനുള്ളിൽ തന്നെ നമുക്ക് സ്റ്റോക്ക് ഔട്ടായി. നമുക്ക് പിന്നെ വിളിച്ചവരോടൊക്കെ നമ്മൾ ഈസ്റ്റർ കഴിഞ്ഞിട്ടേ സ്റ്റോക്ക് പുതിയത് വരത്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ ഇപ്പോഴാണെങ്കിലും ഈസ്റ്റർ കഴിഞ്ഞിട്ട് നമുക്ക് വൈറ്റ് സാരീസിന് ഒരുപാട് സ്റ്റോക്ക് റീസ്റ്റോക്ക് ആക്കാൻ പറ്റിയിട്ടില്ല. കാരണം വെച്ചാൽ വൈറ്റ് സാരീസ് അത്രയും അവൈലബിൾ ആയിട്ട് നമുക്ക് കിട്ടിയില്ല. എന്നാലും നമ്മൾ നെക്സ്റ്റ് വരുന്ന ഓരോ ഓർഡേഴ്സിലൊക്കെ ആയിട്ട് വൈറ്റ് സാരീസ് വീണ്ടും റീസ്റ്റോക്ക് ആക്കും. ഇപ്പൊ നമ്മൾ നേരത്തെ നമ്മുടെ ഈസ്റ്റർ സ്പെഷ്യൽ ഉണ്ടായിരുന്ന ഒരു നല്ലൊരു മൂവിംഗ് ആയിട്ടുള്ള ഒരു പാറ്റേൺ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ട് പുതിയതായിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ ആ ഒരു സാരി നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കും. അല്ലാതെ നമ്മൾ കുറച്ച് ഫ്ലോറൽ സാരീസുകൾ നമ്മൾ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് സാരീസ് എല്ലാം ഒന്ന് കാണാം. അപ്പൊ നമുക്ക് സാരീസ് കാണാം. ഇതാണ് നമ്മൾ കാണിക്കുന്ന ഫസ്റ്റ് സാരി. ഇത് നൈലോൺ കോട്ട മെറ്റീരിയൽ വരുന്ന സാരിയാണ്. നല്ലപോലെ ഫ്ലോയി ആയിട്ട് ഒഴുകി കിടക്കുന്ന പോലെ നമുക്ക് ദേഹത്ത് ഒട്ടിക്കിടക്കുന്ന പോലത്തെ മെറ്റീരിയലാണ്. ഭയങ്കരമായിട്ട് ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ളൊരു മെറ്റീരിയൽ ഈ നൈലോൺ കോട്ടൺ എന്ന് പറയുന്നത്. കോട്ട മെറ്റീരിയൽ, അതായത് നൈലോൺ കോട്ട മെറ്റീരിയൽ. ഇതിന്റെ നൈലോൺ ത്രെഡ് അതിൽ വരുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു ഇത് വരുന്നത്. നമ്മുടെ കോട്ട മെറ്റീരിയൽ നമ്മുടെ കോട്ടയിൽ വരുന്ന അതേ ചെക്ക് ഇതിനകത്ത് വന്നിരിക്കുന്നത്. പക്ഷെ നൈലോൺ ത്രെഡ്സ് വെച്ചിട്ടുള്ള ചെക്സ് ആയതുകൊണ്ട് ഇത് നൈലോൺ കോട്ട. ഭയങ്കര ലൈറ്റ് വെയിറ്റ്. ഈ ഫുൾ 5.5 മീറ്റർ സാരി ബ്ലൗസും കൂടെ മടക്കി പിടിച്ചാൽ പോലും ഇത്രയും തീരെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള സാരിയാണ്. ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിന്റെ ഈ ഒരു ഫ്ലോറൽ വർക്ക്. അതുകൊണ്ട് ഇതിന് മുന്താണി പോർഷൻ, ഇത് മുന്താണി പോർഷനിൽ ഇത് ഫുള്ളായിട്ട് ഇങ്ങനെ ഫ്ലോറൽ വർക്കാണ് വരുന്നത്. നല്ല ഭംഗിയായിട്ടുള്ള ഫ്ലോറൽ ഡിസൈനാണ് വന്നിരിക്കുന്നത്. അത് ഈ ഡിജിറ്റൽ പ്രിന്റ് ആയിട്ടുള്ള ഫ്ലവർ ഡിസൈനിനകത്ത് ഇതുപോലത്തെ ഗോൾഡൻ കളറിലെ ഹൈലൈറ്റ്സ് കൊടുത്തിരിക്കുകയാണ്. ഈ ഫുൾ ഇതിൽ കൂടെ ഇങ്ങനെ ഗോൾഡൻ കളറിലെ ഹൈലൈറ്റ്സ് കൊടുത്തിരിക്കുക ഈ ഒരു സാരീന് മൊത്തം. അങ്ങനെയാണ് ചെയ്തത്. ഇതിന്റെ മുന്താണി പോർഷനാണ്. നെക്സ്റ്റ് ഇതിന്റെ ഒരു ചെസ്റ്റ് പോർഷനിലോട്ട് വരുമ്പോഴും ഇങ്ങനെ തന്നെ ആ ഒരു ഫ്ലോറൽ ഇത് കണ്ടോ, ഇങ്ങനെയാണ് മുന്താണി പോർഷൻ. ഇങ്ങനെ വരും. ഇത്രയും ഇതിന്റെ മുന്താണിയിൽ വരുന്ന ഒരു ഡിസൈൻ കണ്ടോ. ഇങ്ങനെ ഒരു ഡിസൈൻ ഇതിന്റെ മുന്താണി പോർഷനിൽ വരുന്നത് ഫുള്ളായിട്ട് വരുന്നത്. നമ്മള് 1 ഫ്ലീറ്റിൽ ഇട്ട് കൊടുത്താലും ഒക്കെ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട് കണ്ടോ. നെക്സ്റ്റ് ഇതിന്റെ വർക്ക് വരുന്നത് ഇത് കണ്ടോ. ഇങ്ങനെ നെക്സ്റ്റ് ഇതിന്റെ വർക്ക് ഇങ്ങനെ ഇതിന്റെ വർക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ കുറച്ച് ഭാഗത്തൂടെ ഇങ്ങനെ ഈ ഒരു സ്റ്റാൻഡിങ് പോസ്റ്റിൽ കുറച്ച് ഫ്ലവേഴ്സ് വെക്കുന്നത് നമ്മൾ ഉടുത്ത് വരുമ്പോഴത്തേനും ഇങ്ങനെ വരും. നമ്മൾ ചെസ്റ്റ് പോർഷൻ കഴിഞ്ഞ് വരുന്ന പോലെയാണ് ഫ്ലവർ ഡിസൈൻ വരുന്നത് കേട്ടോ. നമ്മൾ ഓൾറെഡി ഞാൻ ഓൾറെഡി ഒന്ന് വെച്ച് ജസ്റ്റ് കാണിക്കുന്നത് കണ്ടോ. നമ്മുടെ ഈ ഒരു ഫ്ലവർ പാറ്റേൺ നമ്മുടെ ചെസ്റ്റ് പോർഷൻ തൊട്ടാണ്. നമുക്ക് ഇത്രയും മുന്നാണി വരുമ്പോഴത്തേനും ഈ ഒരു ഫ്ലവർ പാറ്റേൺ നമ്മുടെ ചെസ്റ്റ് പോർഷൻ തൊട്ട് തുടങ്ങിയിട്ട് നെക്സ്റ്റ് നമ്മള് സാരിയുടെ ബാക്ക് കവർ ചെയ്തിട്ട് ഇപ്പത്തോട്ട് ഫ്രണ്ട് ആ ഫ്ലീറ്റ്സ് ഒക്കെ വരുന്ന ഭാഗത്ത് ഫുള്ള് ഇതുപോലത്തെ കണ്ടോ ഫ്ലീറ്റ് നമ്മൾ ഉടുത്ത് വരുന്നത് നമ്മുടെ ഫ്ലീറ്റ്സിന് ഇടയ്ക്കൂടെ എല്ലാം വരുന്നത് പോലെ നമ്മുടെ ബാക്കിൽ നിന്ന് ഫ്രണ്ടിലോട്ട് വരുന്ന ആ പോർഷനിൽ മൊത്തമായിട്ട് താഴെ കൂടി ഇതുപോലത്തെ ഈ ഒരു ഫ്ലവർ പാറ്റേൺ വരും. നമ്മൾ ഉടുത്ത് 1 ഫ്ലീറ്റിലൊക്കെ ഉടുത്തിട്ടാൽ നല്ല ഭംഗിയായിരിക്കും കാരണം ഈ ഒരു ഫ്ലവർ ഡിസൈൻ ഇങ്ങനെ ഫുള്ളായിട്ട് ഇങ്ങനെ ഫ്ലീറ്റഡ് ആയിട്ടിരിക്കുന്നതിന്റെ അടുത്തൂടെ എല്ലാം ഈ ഒരു ഫ്ലവർ പാറ്റേൺ ഇങ്ങനെ സ്റ്റാൻഡിങ് പോസ്റ്റിൽ കാണുമ്പോഴത്തേനും നല്ല ഭംഗിയായിരിക്കും. അതുപോലെ ഇതിനകത്ത് നെക്സ്റ്റ് ഇതിന്റെ ബ്ലൗസ് ആവുന്നത് ഇതുപോലെ ഇതിന്റെ ബ്ലൗസ് പീസ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. ബ്ലൗസിന്റെ സ്ലീവിലും നമുക്ക് ഈ ഒരു ഫ്ലവർ പാറ്റേൺ വരുന്ന പോലെ ഇത് കണ്ടോ. ഇങ്ങനെ ഇതിന്റെ ബ്ലൗസിന്റെ സ്ലീവ് വരുന്നത്. ബ്ലൗസ് സ്ലീവിലാണ് നമുക്ക് ഈ പറഞ്ഞ ആ ഒരു ഡിജിറ്റൽ പ്രിന്റ് മാത്രമേ വന്നിട്ടുള്ളൂ. ഇതിന്റെ ആ ഒരു ഗോൾഡൻ ആ ഒരു ഹൈലൈറ്റ് ബ്ലൗസിൽ കൊടുത്തിട്ടില്ല. ഇങ്ങനെ ബ്ലൗസിന്റെ സ്ലീവിന്റെ ഇത് വരുന്നത്. 2 സ്ലീവ്സും നമുക്ക് ഈ ഒരു പാറ്റേണിൽ നിന്ന് എടുക്കാൻ പറ്റും. ഇങ്ങനെ നല്ല ഭംഗിയായിരിക്കും ഇത് കാണാനായിട്ട്. ഉടുത്ത് വരുമ്പോഴത്തേനും വൺ ലെയർ ആയിട്ട് ഇട്ടാണെങ്കിലൊക്കെ നല്ല ഭംഗിയായിരിക്കും ഈ ഒരു സാരി കാണാനായിട്ട്. അതുപോലെ ഞാൻ പറഞ്ഞില്ലേ ഇത് ലൈറ്റ് വെയിറ്റ് സാരീസ് ആയതുകൊണ്ട് നല്ലതായിട്ട് ആർക്ക് വേണമെങ്കിലും ക്യാരി ചെയ്യാൻ പറ്റും. പ്രത്യേകിച്ചും യങ്സ്റ്റേഴ്സിനൊക്കെ ആയിരിക്കും കൂടുതലായിട്ട് ഇങ്ങനത്തെ പാറ്റേൺ ഒക്കെ ഇഷ്ടം. ഇത്രയും ഫ്ലോറൽ വർക്ക് ഒക്കെ വരുമ്പോഴത്തേനും യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്ക് സാരീസ് ഒക്കെ ഫംഗ്ഷൻ റിലേറ്റഡ് ആയിട്ടൊക്കെയാണ് ഇത് കൊടുക്കാനായിട്ട് സിമ്പിളും ആയിരിക്കും. അതുപോലെ തന്നെ നല്ല നമുക്ക് ക്യാരി ചെയ്യാനും ഈസി ആയിരിക്കും, ഉടുക്കാനും ഒക്കെ എളുപ്പമായിരിക്കും. അതുപോലെ ഇതിന്റെ ഈ മുന്താണിയിൽ ഇതുപോലത്തെ 2 ടാസേഴ്സ് രണ്ടറ്റത്തും ഇതുപോലത്തെ 2 ടാസേഴ്സും കൊടുത്തിട്ടുണ്ട്. അതിന് കുറച്ചുകൂടി റിച്ച് ലുക്ക് കൊടുക്കാനായിട്ട് ഇതുപോലത്തെ 2 ടാസേഴ്സ് ഇതിന്റെ എൻഡ് പോർഷനിൽ കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മൾ കാണിക്കുന്നത് ഇതേ പാറ്റേൺ വരുന്ന പോലെ തന്നെ ഒരു ഫ്ലോറൽ സാരിയാണ്. അതിനകത്ത് ഡിസൈനിൽ ചെറിയ ഡിഫറൻസ് വരുന്നത് മാത്രമേ ഉള്ളൂ. ഈ ഒരു പാറ്റേണിൽ തന്നെ വരുന്ന പോലെ കുറച്ചും കൂടി ലാവൻഡർ ഷെയ്ഡ് അങ്ങനെ വരുന്നത്. ഈ നൈലോൺ കോട്ടൺ മെറ്റീരിയൽ തന്നെയാണ് ലാവൻഡർ ഷെയ്ഡിൽ വന്നിട്ട്
ഇങ്ങനെ ഇതിന്റെ ഡിസൈൻ വരുന്നത്. കുറച്ചുകൂടി ഒരു ഭംഗിയുള്ള വർക്ക് ടൈപ്പ്, കുറച്ച് മിക്സ്ഡ് കളേഴ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് വൈറ്റും ലാവൻഡറിന്റെ ഡാർക്ക് ആൻഡ് ലൈറ്റ് ഷെയ്ഡ്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് പിങ്ക് ഷെയ്ഡ്സ് ഒക്കെ ഒരു ചെറിയൊരു ഇതൊക്കെ വന്നിട്ട് ഞങ്ങൾക്ക് മിക്സഡ് കളേഴ്സ് ആയിട്ടാണ് ഇതിനകത്ത് ഈ ഒരു വർക്ക് കൊടുത്തിരിക്കുന്നത്. നെക്സ്റ്റ് ഇതിങ്ങനെ പ്ലെയിൻ ആയിട്ട് വന്നിട്ട് ഇതുപോലെ ഇതിന്റെ പ്ലീറ്റഡ് ആ ഒരു പ്ലീറ്റ്സിനിടയ്ക്കാണ് നെക്സ്റ്റ് വർക്ക് വരുന്നത്. ഇതുണ്ടോ, ഇതിന്റെ പ്ലീറ്റ്സിനിടയ്ക്ക് ഇതുപോലെ ഇത് കണ്ടോ, നല്ല ഭംഗിയായിട്ട് റിച്ച് ആയിട്ട് ഇതിന്റെ പ്ലീറ്റ്സിനിടയ്ക്ക് ഇതുപോലെ വർക്ക് വരും. കണ്ടോ, നല്ല ഭംഗിയുള്ള വർക്ക് കൊടുത്തു വരുമ്പോഴത്തേന് ഈ പറഞ്ഞ പോലെ നല്ലതായിട്ട് വർക്ക് വരും. എന്നിട്ട് ഇതിന് കോൺട്രാസ്റ്റ് ആയിട്ടാണ് ബ്ലൗസ് വരുന്നത്. ഇതുണ്ട് ഈ ഡാർക്ക് ലാവൻഡർ ഷെയ്ഡിലാണ് ബ്ലൗസ് വരുന്നത്. ബ്ലൗസിന്റെ സ്ലീവ്സിൽ വരുന്ന പോലെ ഈ ഒരു പാറ്റേൺ, ഈ പാറ്റേൺ ഫുൾ ആയിട്ട് സ്ലീവ്സിൽ വരുന്ന പോലെ കോൺട്രാസ്റ്റ് ബ്ലൗസ് ഒരു പീസ് ആയിരിക്കും. ഇത് നല്ല ഭംഗിയായിരിക്കും കൊടുത്തു കഴിയുമ്പോൾ. ഇതിന്റെ രണ്ട് വശത്തും ഇതുപോലത്തെ പാറ്റേൺ നമുക്ക് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പം വേറെ ഏതെങ്കിലും പാറ്റേണിലൊക്കെ നമുക്ക് ബ്ലൗസിന്റെ ബാക്ക് സൈഡിലൊക്കെ ആണെങ്കിലും ഇതുപോലത്തെ ഫ്ലവേഴ്സ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യാൻ പറ്റുന്ന പോലെ ഈ ഒരു ബ്ലൗസ് പീസിന്റെ രണ്ട് ബോർഡറിലും ഈ ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. അപ്പം അങ്ങനെയും നമുക്ക് ബ്ലൗസ് കുറച്ചും കൂടെ ഫ്ലോറൽ പ്രിന്റ്സ് ഒക്കെ കൊടുത്ത് കുറച്ചും കൂടെ ഹൈ റേഞ്ച് ഒക്കെ കൊടുക്കാനായിട്ട് ഈ ബ്ലൗസ് വെച്ചിട്ട് പറ്റും. ഇപ്പം കുറച്ച് ഞാൻ പറഞ്ഞില്ലേ, സിമ്പിൾ ആയിട്ട് എന്നാൽ കുറച്ച് ഒരു ഫ്ലോറൽ ടച്ച് ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് നല്ല എലഗന്റ് ആയിട്ടുള്ളൊരു സാരി ആയിരിക്കും ഇത്. നല്ല ഭംഗിയുള്ളൊരു ഉടുത്തു കഴിയുമ്പോഴാണ് ഞാൻ പറഞ്ഞ പോലെ തന്നെ കൂടുതൽ ഈ പറഞ്ഞ പോലെ ഒഴുകി കിടക്കുന്ന സാരീസ് ഒക്കെ ഞാൻ കുറച്ച് ഒതുങ്ങി ഫ്ലോയി ആയിട്ട് കിടക്കുന്ന സാരീസ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കായിരിക്കും ഈ ഒരു സാരി കൂടുതലായിട്ട് ഇഷ്ടപ്പെടുന്നത്. ഈ ഒരു പാറ്റേണിന്റെ രണ്ട് കളേഴ്സ് ആണ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. ഇത് കൂടാതെ നമ്മുടെ കയ്യിൽ നമ്മുടെ ഈസ്റ്റർ കളക്ഷനിൽ അത്യാവശ്യം നല്ല ഡിമാൻഡ് ഉണ്ടായിരുന്ന ഒരു ഡിസൈൻ ആയിരുന്നു ഈ ഒരു ഡിസൈൻ. ഇതിന്റെ ബ്ലൂ ഷെയ്ഡ് മാത്രം, ഇതിന്റെ കുറെ ഷെയ്ഡ്സ് നമുക്ക് അന്ന് അവൈലബിൾ ആയിരുന്നു. പക്ഷെ ഇതിന്റെ ബ്ലൂ ഷെയ്ഡ് മാത്രം നമ്മൾ വീണ്ടും റീസ്റ്റോക്ക് ആയിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ വൈറ്റ് സാരി കളക്ഷനിൽ നമുക്ക് ഈ ഒരു മെറ്റീരിയൽ മാത്രമേ നമുക്ക് റീസ്റ്റോക്ക് ചെയ്യാനായിട്ട് പറ്റിയിട്ടുള്ളൂ. ബാക്കി സാരീസ് ഒന്നും നമുക്ക് പുതിയ സ്റ്റോക്ക് ആയിട്ട് കിട്ടിയില്ല. ഈ ഒരു സാരി നമുക്ക് അവൈലബിൾ ആയിട്ട് വന്നിട്ടുണ്ട്. ഞാൻ ഓൾറെഡി ഡീറ്റെയിൽ ആയിട്ട് ഈ സാരി നേരത്തെ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുള്ളതാണ്. ഈ മൂന്നാണി പോർഷനിൽ 6 ഡിസൈൻ ഇതുപോലെ വരും. അതുപോലെ ഇതിന്റെ ചെസ്റ്റ് പോർഷനിലോട്ട് വരുമ്പോഴത്തേനും ഇതുപോലത്തെ 2 ഡിസൈൻ വരും. ചെസ്റ്റ് പോർഷനിലോട്ട് വരുമ്പോൾ ഇതുപോലത്തെ 2 ഡിസൈൻസ് വരും. ചെസ്റ്റ് പോർഷനിൽ ഇതുപോലത്തെ 2 ഡിസൈൻസ് വരും. അതുപോലെ ഇതിന്റെ ഫ്ലീറ്റ്സിനിടയ്ക്കൂടെ 3 ഡിസൈൻസ് വരുന്ന പോലെ 11 ഡിസൈൻ ഉള്ള പോലത്തെ ഒരു സാരിയാണ്. ഇതിന്റെ കൂടെ ബ്ലൗസ് ഇല്ല. ബ്ലൗസ് ഇല്ലാതെ സാരി മാത്രമായിട്ടാണ് ചിക്കനെറ്റ് വരുന്ന പോലത്തെ സാരി മാത്രമായിട്ടാണ് വരുന്നത്. അപ്പൊ ഈ സാരി നമുക്ക് അവൈലബിൾ ആണ്. ഈ സാരിയുടെ റേറ്റ് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ളത്. ഇതിന്റെ റേറ്റ് 1575 1575 ആണ് ഇതിന്റെ റേറ്റ്. ഓൾറെഡി നമ്മൾ നേരത്തെ കാണിച്ചിട്ടുള്ള സാരി സെയിം പ്രൈസ് വ്യത്യാസമില്ല. ഞാൻ നേരത്തെ കാണിച്ച സാരിയുടെ പ്രൈസ് പറയാനായിട്ട് മറന്നുപോയി. അതിന്റെ പ്രൈസ് 1340 ആട്ടോ, 1340 രൂപയാണ്. 1340 റുപ്പീസ് ആണ് ആദ്യം കാണിച്ച ഫ്ലോറൽ ഡിസൈൻ സാരീസ്. അപ്പൊ ഇത്രയും സാരീസ് നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ സാരീസ് വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഏത് സാരിയാണ് വേണ്ടതെന്നോ അതിന്റെ സ്ക്രീൻഷോട്ട് നമുക്ക് അയച്ചു തന്നാൽ മതി. അത് പ്രകാരം നമ്മൾ അതിന്റെ ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പൊ ഇതുപോലത്തെ കൂടുതൽ സാരീസ് ആയിട്ട് നമുക്ക് വീണ്ടും വരാം. നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ട് എന്റെ ഈ ചാനൽ കാണുന്നെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.